നമസ്കാരം. മീനാക്ഷി പാചകത്തിലേക്ക് എവർക്കും സ്വാഗതം. മീനാക്ഷി പാചകത്തിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരും മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വിഷുദിനം പ്രമാണിച്ച് തയ്യാറാക്കാൻ പോകുന്ന വിഭവം പൂരൻ ബോളി, അതായത് പായസത്തിന്റെ കൂടെ നമ്മൾ ബോളി കൂടെ ചേർത്താണ് കഴിക്കുന്നത്. നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. 1.5 കപ്പ് കടലപ്പരിപ്പ് നമുക്ക് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. 1.5. നമ്മുടെ കടലപ്പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നമുക്കിനി അത് കുക്കറിലിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വിസിലിന് വേവിച്ചെടുക്കാം. പൂരം ബോളിക്ക് വേണ്ടിയുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുക്കുക. കാൽ ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കിത് പാകത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പം നമുക്ക് വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ കുഴച്ച് നമ്മൾ മയമാക്കി എടുക്കണം. 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കാം. എല്ലാം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഈ രീതി വന്ന് വീഴും. പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇറക്കി വെച്ച് കൊടുക്കുക. നമുക്ക് ഇത് മുങ്ങിക്കിടക്കത്തക്കവണ്ണം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറോളം അത് എണ്ണ മുങ്ങിക്കിടക്കട്ടെ. നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. മൂടി വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല വെണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമെല്ലാം ഊർന്നതിന് ശേഷം നമുക്കൊരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ 1.5 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 കപ്പ് പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നു. നോക്കി, അതിൽ ആദ്യം 1 കപ്പ്, 1/2 കപ്പ്, അങ്ങനെ 1.5 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ച് നമുക്കെടുക്കാം. സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കുക. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ബോളായിട്ടെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് കടല ഇതാണ് നമ്മൾ എടുത്തത്. അതിൽ നിന്ന് നമുക്ക് ഏകദേശം 32ഓളം ബോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് പരത്തിയെടുക്കാം. നമ്മൾ 1 മണിക്കൂർ ശേഷം എടുക്കാനുള്ള നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന്. നമുക്കിതിനകത്തുനിന്ന് എണ്ണ ഊറ്റി മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവത്തിനായിട്ട് കിട്ടിയിരിക്കുക. ഇത് ഇച്ചിരി ഹാർഡായിരുന്നെങ്കിൽ നമുക്ക് ബോഡി ഉണ്ടാക്കി വരുമ്പം സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത് എടുത്തങ്ങോട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മളിത് വെച്ച് ബാക്കി വെച്ച് മൂടുക. ഇങ്ങനെ മൂടി ഇതിന് ശേഷം വെച്ച് ഒന്നും നമുക്ക് വരുന്നില്ല ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് തിരിച്ചിടുക. എന്നിട്ട് നമുക്കിത് ബോളി നമുക്ക് എടുത്ത് പരത്തിയെടുക്കാം. നമുക്ക് പരത്തുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി പൊടി വിതറി കൊടുത്തിട്ട് അത് നമുക്ക് പരത്താം.
പരത്താം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. എന്നാലേ നമുക്ക് നല്ല ഇതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. മറ്റേ രണ്ടും നല്ല സോഫ്റ്റ് ആയിരുന്നല്ലോ, മൈദയും കടലമാവും കൂടെ. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. നമുക്കിനി അതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. നമുക്കിനി ഒന്ന് തിരിച്ചിടാം. സോഫ്റ്റ് ആയതുകൊണ്ട് വളരെ ഇതായിട്ട് വേണം നമ്മൾ കെയർ ചെയ്ത് വേണം എടുക്കാൻ. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം നെയ്യ് തേച്ച് കൊടുക്കാം. ഊരൻ ബോളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ മീനാക്ഷി പാചക ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.